സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കട്ടെ. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ കൂടി നമ്മളെല്ലാ ദിവസവും ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു ട്രേഡറായിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില മാനസിക അവസ്ഥകളുണ്ട്. മറ്റുള്ളവർക്ക് അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില അവസ്ഥകളായിരിക്കും. പക്ഷേ നമുക്കത് ഇല്ലാതെ ഒരു ട്രേഡറായിട്ട് മുന്നോട്ട് ജീവിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എനിക്കറിയാവുന്ന ഒരു 5-6 കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് ആദ്യം തോന്നിയത് അറിവ് കൊണ്ട് മാത്രം നമുക്ക് ജയിച്ചു പോകാൻ കഴിയില്ല, മുന്നേറാൻ സാധിക്കില്ല. അതിന് നമുക്ക് ഓരോ ദിവസവും ആവേശവും പ്രചോദനവും ഒക്കെ നൽകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അറിവുണ്ടാവും, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിഗറിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഒരു പ്രചോദനം. നമുക്ക് ഒരു മറ്റൊരാൾ നമ്മളെ മുന്നേ ഓടുന്നുണ്ടെങ്കിൽ അയാളെ നോക്കിയിട്ട് നമ്മൾ ഓടിക്കോളും. പക്ഷേ ഓടാൻ ആരുമില്ല. രാവിലെ മോർണിംഗ് ഇതിന് പോകുന്നുണ്ട്, മോർണിംഗ് വാക്കിനൊക്കെ പോകുന്നവർ ആരെങ്കിലും ഒരാൾ പോകുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ പോയി തുടങ്ങും. പക്ഷേ ആരുമില്ല, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പോകാൻ ഭയങ്കര മടിയായിരിക്കും. ഇതേപോലെ നമുക്കറിയാം, പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ശരിയാവുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പുഷ് ചെയ്യാൻ ഒരാൾ നമ്മുടെ പുറകിൽ വേണം, അല്ല? തീർച്ചയായിട്ടും ഇത് ട്രേഡിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ ഒന്ന് തള്ളിവിടാൻ ഒരാളുണ്ടെങ്കിൽ ആ പ്രചോദനം നൽകാൻ അല്ലെങ്കിൽ ഒരു ആവേശം, ഒരു ട്രിഗർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അത് ചിലപ്പോൾ സംഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു കോമ്പറ്റേറ്റർ ആയിരിക്കാം, അതോ അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുക്കാനുള്ള ആളായിരിക്കാം, അതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ബാധ്യതകളായിരിക്കാം. അങ്ങനെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ കൂലിപ്പണിക്ക് പോകുന്നവർ രാവിലെ എണീറ്റ് അവർ ജോലിക്ക് പോകുന്നത് അവരെ താല്പര്യം കൊണ്ടൊന്നല്ല, അവർക്കുള്ള ബാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പോകുന്നത്, അല്ല? അതേപോലെ തന്നെ നമ്മളെ ട്രിഗർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു ആവേശം നൽകാൻ, ഒരു പ്രചോദനം നൽകാൻ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ, ഒരു ട്രിഗറിങ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ട്രേഡിങ്ങിൽ ഭയങ്കര പ്രഷറിലായിരിക്കാം, അല്ലെങ്കിൽ ഇന്നെടുത്ത പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റാതെ നാളത്തേക്കൊക്കെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഈ ടെൻഷൻ അടിച്ച് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്ക് നമ്മൾ എത്ര തന്നെ വിശദീകരിച്ച് കൊടുത്താലും അവർക്ക് ഈ സംഭവങ്ങൾ മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വെളുക്കച്ചിരിക്കുക, അവരുടെ മാനസികാവസ്ഥ എന്താണോ ആ രീതിയിലേക്ക് മാറിയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുമായിട്ട് ഇടപഴകുക. അവർ ഹാപ്പി ആണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുക. അവർ സാഡാണെങ്കിൽ എന്തുകൊണ്ട് അവർ സാഡാണ്, അത് ഹാപ്പിയാക്കാൻ പറ്റുമോ നോക്കുക. അല്ല നമ്മുടെ വിഷമങ്ങൾ നമ്മളെ ഉള്ളിൽ മാത്രം വയ്ക്കുക. ഇതല്ലാതെ നമ്മൾ ട്രേഡിങ്ങിൽ ലോസ് വന്നിട്ട് ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വേറൊരു ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ അയാളുടെ കൂടെ ഒന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനും മാറും, അയാളുടെ ഹാപ്പിനെസ് ഇരട്ടിയാവുകയും ചെയ്യും. കാരണം നമ്മൾക്ക് എന്തുകൊണ്ട് ലോസ് വന്നു എന്ന് എങ്ങനെ പറഞ്ഞു കൊടുത്താലും ട്രേഡിങ് അറിയാത്ത ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അവർക്ക് മനസ്സിലാകാനും സാധിക്കില്ല. അത് ഭയങ്കര അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അത് ട്രേഡിങ്ങിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക്, ട്രേഡിങ് അറിയാത്തവർക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ലോകം തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനും പ്രഷറും സന്തോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരെ മുന്നിലെത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ട്രേഡറിന് ജീവിച്ചു പോകാൻ ഏറ്റവും നല്ലതേക്ക്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ട്രേഡേഴ്സ് ചെയ്യുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ ഈ ജോലിക്കിടുന്ന യൂണിഫോം ഉണ്ടല്ലോ, ഇപ്പം വലിയ ഫാക്ടറീസിലൊക്കെയാണ് കവറോൾ എന്ന് പറയുന്ന വലിയൊരു ഡ്രസ്സ്, പണി കഴിഞ്ഞ് അത് അഴിച്ച് അവിടെ ഇട്ടേക്കണം. അത് എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകരുത്. അതായത് നമ്മൾ ട്രേഡിങ് കഴിഞ്ഞു, ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഓർ ലോസ് രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടാവും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിൻ്റെ ടെൻഷൻ, ഡിപ്രഷൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് എടുത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിലോട്ട് പോകരുത്. അത് ആ ട്രേഡിംഗ് ടെർമിനലിൽ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ വിട്ടേക്കുക. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഹാപ്പിനെസ് കൊണ്ടുപോയാൽ ഒരു പരിധി വരെ മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ നമ്മുടെ ടെൻഷൻ ആണെങ്കിൽ ഒരു പരിധിയിലും ഒരു രീതിയിലും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
നമ്മൾ പണിക്കുപ്പായം എടുത്ത് പാടത്തിട്ടേക്കാം. പാടത്തെ പണി കഴിഞ്ഞാൽ ആ കുപ്പായം എടുത്ത് അവിടെ തന്നെ ഇട്ടേക്കുക, അതെടുത്ത് വീട്ടിലേക്ക് പോകരുത്. വീട്ടിലുള്ളവർക്കായാലും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ചിലപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ട്രേഡിങ് കഴിഞ്ഞ് നമ്മൾ ടേബിളിൽ നിന്ന് എണീറ്റ് മാറുമ്പോൾ നമ്മുടെ എല്ലാ മാനസികാവസ്ഥയും ആ വീട്ടിലുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറ്റണം. അതൊരിക്കലും ഈ ടെൻഷൻസ് കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക ടെൻഷൻ അടിച്ച് കനത്ത മുഖമായിട്ട് പോകുന്നതും, അല്ലെങ്കിൽ ഒരു നല്ല ബർത്ത്ഡേ പാർട്ടിക്കാണെങ്കിൽ പോലും തലേന്നുണ്ടായിരുന്ന ലോസിൻ്റെ മുകളിൽ ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഒരു സന്തോഷവും കാണിക്കാൻ പറ്റാതെ വരുന്നതൊക്കെ അവസ്ഥകളുണ്ടല്ലോ. അതൊക്കെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ട്രേഡിങ് കഴിഞ്ഞു, പ്രോഫിറ്റ് ഓർ ലോസ് ഇത് രണ്ടും ഇതിൻ്റെ ഭാഗമാണ്. ട്രേഡിങ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെച്ചേക്കുക, ആ ഇമോഷൻസ് എല്ലാം അവിടെ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണോ മാറുന്നത് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വേണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി. ഒരിക്കലും ട്രേഡിങ്ങിനിട്ട കുപ്പായം ഇട്ടിട്ട് സെലിബ്രേഷന് വേണ്ടിയിട്ട് പോവരുത് എന്നാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹ്യൂജ് ലോസ് വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക പ്രതീക്ഷിക്കാൻ പറ്റാതെ ലോട്ടറി അടിച്ചതുപോലെയുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടാണ്. ഇങ്ങനെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും മറ്റുള്ളവരോട് അത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന്, നമ്മൾ പ്രോഫിറ്റാണ് എന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഒരുപാട് പരാതി കിട്ടിയിട്ടില്ല. കുറേ പേരൊക്കെ ആദ്യം ഞങ്ങൾ ട്രേഡിങ് പഠിക്കുന്ന സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇടാൻ പറയുമായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് പ്രോഫിറ്റ് കിട്ടിയ സ്ക്രീൻഷോട്ട് ഇടും. സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരോട് മറ്റുള്ള ആ ഗ്രൂപ്പിലുള്ള മറ്റ് ട്രേഡേഴ്സ് പോയിട്ട് കുറച്ച് കാശ് സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള സംഭവങ്ങൾ തൊട്ട് നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എനിമിയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട് മുഴുവൻ അയാൾ ഓൺലൈനിൽ കാശ് കളയുകയാണ്, നാട്ടുകാരോട് മൊത്തം കാശ് വാങ്ങിച്ച് പറ്റിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് അനാവശ്യമായിട്ട് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ മാനസികാവസ്ഥ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഇല്ലാതാക്കി കളയും. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ഓരോരുത്തരോടും നമ്മളിതിന് സമാധാനം പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് പണി കിട്ടിയതായാലും പണം കിട്ടിയതായാലും മറ്റാരോടും പറയേണ്ട, അത് വിട്ടേക്ക്, അത് അവനവൻ്റെ പോക്കറ്റിൽ വെച്ചേക്ക്. കാരണം പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കാറുണ്ട്. ട്രേഡിങ്ങിൽ സാധാരണക്കാരന് എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അവർ വന്ന് അവിടെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയാൻ കിട്ടും എന്നതുകൊണ്ട് തന്നെ ഈ ട്രേഡറിൻ്റെ കാര്യങ്ങൾ ഇവർ ഈ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അത് ഓരോരോ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് പണി കിട്ടിയാലും പണം കിട്ടിയാലും മറ്റാരോടും പറയേണ്ട, അത് നമ്മുടെ പോക്കറ്റിൽ തന്നെ വെച്ചേക്കുക. നമ്മൾക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, അവരുടെ ഇമോഷണൽ ലെവലിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, തമാശയായാലും ടെൻഷനായാലും അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അവരോട് പറയുക എന്നേ ഉള്ളൂ. ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഏതൊരാളുടെയും നെഗറ്റീവ് അവസ്ഥ അറിയാനാണ് മറ്റുള്ളവർക്ക് താല്പര്യം. ഒരിക്കലും ഒരു പോസിറ്റീവായ നല്ല കാര്യങ്ങൾ അവർക്കറിയാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോസൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരോടും പറഞ്ഞ് നാറ്റിച്ച് കളയും. അപ്പോൾ എന്തായാലും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപദേശകന്മാരുടെ ഒരു വലിയ പട തന്നെയാണ്. അപ്പോൾ ഇതിന് സിംപിളി ഞാൻ ഉപയോഗിച്ച ഭാഷ ഒരു പക്ഷേ ഒരു അല്പം കട്ടിയായി പോയിട്ടുണ്ടാവും. കുരയ്ക്കുന്ന പട്ടി കടിക്കുന്നില്ലെങ്കിൽ പോട്ടെ, അതിനെ വിട്ടേക്ക്, ഈ ചെവിയിലൂടെ കേട്ടത് മറ്റേ ചെവിയിലൂടെ വിട്ടേക്കെന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പം നോർമലി ട്രേഡേഴ്സ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, അയാളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. പക്ഷേ പുറത്തുള്ള ചില ഉപദേശകന്മാർക്ക് ഇയാൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അയാൾ എങ്ങനെയും പുറത്ത് ചാടിച്ച് എന്തെങ്കിലും ജോലി എത്തിക്കണം എന്ന് എന്താ പറയുക പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന കുറേ പേരാണ്. അപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഇവർ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, എന്തെങ്കിലും നോക്കണ്ടേ, ഗൾഫിലേക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു പുറത്തിറങ്ങാൻ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടുന്ന വിധത്തിലേക്ക് ഇവരുടെ അവസ്ഥ. അത് ഒന്നും രണ്ടാളായിരിക്കില്ല, ഒരുപാട് പേര് ഓരോ നാട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരക്കാരുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഉപദേശത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. റെഗുലർലി നമ്മൾ ഈ ഒരു അഡ്വൈസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷണലി കൺട്രോൾ പോകും, നമ്മൾ റോങ് ആയിട്ട് പറയും. അതിനേക്കാളും ഏറ്റവും നല്ലത് അവരുടെ അവസ്ഥ ഇതാണ്, അവരിങ്ങനെയാണ് പെരുമാറുക എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കണം. അവർ പറയുമ്പം പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയിക്കോട്ടെ. നമ്മുടെ ദേഹത്ത് നമ്മളോട് കാശ് ചോദിക്കാതെ നമുക്ക് കാശ് തരാമെന്ന് പറയാത്തിടത്തോളം കാലം നമ്മൾക്ക് ലോസ് വന്നാൽ ആ ലോസ് ഓക്കെ, ഞാൻ റിക്കവർ ചെയ്ത് തരാം, നീ ഇത് വിടണം എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ നമ്മൾ അനുസരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ വായ്പ ചോദിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ വഴിയില്ല, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്ന ഒരാളെയും നമ്മൾ കൈവിടാൻ പാടില്ല. പക്ഷേ ഇത് രണ്ടും ചെയ്യാതെ വെറും വാക്കുകൊണ്ട് ഉപദേശം മാത്രം തരുന്നവരാണെങ്കിൽ ഇതിലൂടെ കേട്ട് അതിലൂടെ അങ്ങ് വിട്ടേക്കുക. അവരത് പറഞ്ഞിട്ട് അവർ പോയിക്കോട്ടെ. കുറേ കേട്ട് പറഞ്ഞിട്ട് അവർക്ക് മടുത്ത് ആകുമ്പോൾ അവരത് തനിയെ നിർത്തിക്കോളും. അല്ലാതെ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി അതിനെ എഗെയിൻസ്റ്റ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ സംഭവങ്ങളാവും. ഉപദേശകൻ ഒരാളുണ്ടായിരുന്നത് അത് 10 ആളാവും, 10 ഉള്ളത് പിന്നെ 100 ആവും. അപ്പോൾ ഏറ്റവും നല്ലത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരക്കാരെ
അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രേഡേഴ്സും ചെയ്യുന്ന മണ്ടത്തരമാണ്. അതൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥ കൂടിയാണ്. അതായത് നമ്മൾ ചൂണ്ടയിട്ട് ഒരു മീനിനെ പിടിച്ച് കഴിഞ്ഞാൽ അതിനെ വലിച്ച് കരയിലിട്ടേക്കണം. ഒരു കയറിൽ നിങ്ങൾ 100 ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ ആ ചൂണ്ടയിൽ മീൻ കുരുങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വലിച്ച് കരയിലിട്ടിട്ട് അതിൻ്റെ ജീവൻ കളയണം. അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടയിൽ കുടുങ്ങിയത് അവിടെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ആ വെള്ളത്തിൽ തന്നെ അതിനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സാധനം കയറും പൊട്ടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഇതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിഡ്രോ ചെയ്തിരിക്കണം. വിഡ്രോ ചെയ്ത് ആ പണം മറ്റ് അസറ്റുകളാക്കി മാറ്റിയിരിക്കണം. അല്ലാതെ മിക്ക ആൾക്കാരും ചെയ്യുക 1 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അത് 2 ലക്ഷം ആയാൽ ഓക്കെ 2 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യും. അപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതും. 2 4 ആവും, 4 8 ആവും, 8 0 ഒറ്റയടിക്ക് പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അതിനേക്കാളും നല്ല 1 2 ആകുമ്പോൾ 1 ലക്ഷം ഉള്ളത് 2 ലക്ഷം ആകുമ്പോൾ 1 ലക്ഷം വിഡ്രോ ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാനസികാവസ്ഥയിൽ മുഴുവൻ നഷ്ടപ്പെട്ടാലും നേരത്തെ വിഡ്രോ ചെയ്ത ഫണ്ട് അവിടെ ഉണ്ടാവും. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ട്രേഡിങ് ചെയ്തിട്ട് കോടീശ്വരന്മാരായവർ വളരെ അപൂർവം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്യുന്നവർ കോടീശ്വരന്മാരാകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവർക്ക് എത്തിപ്പെടാനും സാധിക്കും. തീർച്ചയായിട്ടും അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുകൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഈ വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മളെ ഗ്രൂപ്പുകളിലും കൊടുക്കാറുണ്ട്. സോ ആ രീതിയിൽ തന്നെ പോകണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചൂണ്ടയിൽ കുരുങ്ങിയ മീൻ ആ ചൂണ്ടയും വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കരുത്. വലിച്ച് കരയിലിട്ടേക്കണം. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിഡ്രോ ചെയ്തേക്കണം. നാളെ ചൂണ്ടയിട്ട മീൻ കിട്ടും എന്ന് ഉറപ്പൊന്നുമില്ല. അതുമാത്രമല്ല കുറേ മീനുകൾ ചൂണ്ടയിൽ വെള്ളത്തിൽ കിടക്കുമ്പോൾ പൊട്ടിച്ചു പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഒന്നിച്ച് മുഴുവൻ ലോസ് ആവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാത്തൊരവസ്ഥ ഭയങ്കര അപകടമാണ്. അത് ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ആവുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് കുറേ ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുന്നുണ്ടാവും. നിങ്ങൾക്കുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ട് നിങ്ങളെ തളർത്തിക്കളയുന്ന ചില സംഭവങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ കമൻറ്റുകൾ കൂടി ഒരു 10 പോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.